ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ കാന്തല്ലൂർക്കുള്ള ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ഭാഗമാണിത്. ആദ്യ ഭാഗം കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടിട്ട് എന്തായാലും വരും. അപ്പോൾ നമ്മുടെ മൂന്നാറിൽ നിന്ന് ഏകദേശം 40-50 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ കാശ്മീർ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കാന്തല്ലൂർ. അത് ഞാൻ പറയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എന്നാലും ഒരു പൊലിപ്പിനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ കാന്തല്ലൂരിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്ട്രോബെറി ഫാം ഉള്ളത്. നമ്മുടെ നാട്ടിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്ന സ്ട്രോബെറി കണക്കേ അല്ല, അവിടുത്തെ ആ സ്ട്രോബെറി ചെടിയിൽ നിന്ന് അതങ്ങ് പറിച്ച് നമ്മളത് കഴിക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, എൻ്റെ പൊന്നെ വേറെ ലെവലാണ്. നാട്ടിൽ നിന്ന് സ്ട്രോബെറി കഴിച്ചിട്ടുള്ളവർ അവിടെ പോയിട്ട് ഇതൊന്ന് പറിച്ച് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ വ്യത്യാസം അങ്ങ് മനസ്സിലാവും. ഒടുക്കത്തെ ഫ്രഷാണ്. നമുക്ക് ഡയറക്റ്റായിട്ട് ഈ സ്ട്രോബെറി തോട്ടത്തിൽ ഇറങ്ങി നമുക്ക് തന്നെ പറിച്ചെടുക്കാം. അങ്ങനെ ഒത്തിരി ഫാമുകളുണ്ട്. ഞങ്ങളുടെ സമയത്തിൻ്റെ ആണെന്ന് തോന്നുന്നു, ഒരു സ്ട്രോബെറി പോലും പറിക്കാൻ കിട്ടിയില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ ഫ്രഷായിട്ട് സ്ട്രോബെറി ജാമും എന്താ പറയുക ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ലൈവായിട്ട് തന്നെ അവർ അടിച്ചു തരും. ഒരു ജ്യൂസിന് 50 രൂപ എന്തോ ആണ്. പക്ഷെ ജാമുണ്ടല്ലോ, എൻ്റെ പൊന്നെ ടെസ്റ്റ് ചെയ്യാൻ നന്നായിരുന്നു, ഒട്ടുക്കത്തെ ടേസ്റ്റ്. പക്ഷേ വാങ്ങിക്കാൻ ആ സമയം ഞങ്ങൾ അവസാനം അവിടെ എത്തിയത്, അപ്പത്തേനും പൈസയൊക്കെ തീർന്നായിരുന്നു. പിന്നെ കണ്ടിട്ടിങ്ങ് പോകുന്നു, വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. അപ്പം നമ്മളെങ്ങനെ ഇങ്ങോട്ട് എത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജിമ്മിൽ നിന്ന് ടൂറ് പോയതാണ്. പക്ഷെ നമുക്ക് കാന്തല്ലൂർക്ക് വരണമെങ്കിൽ എറണാകുളത്തു നിന്നൊക്കെ ഇങ്ങോട്ട് ഡയറക്റ്റ് സർവീസ് ചെയ്യുന്ന ബസ്സൊക്കെ ഉണ്ട്. വൈറ്റ്ല ഹബ്ബിൽ നിന്ന് LMS KL 79-2903 അങ്ങനെ ഒരു ബസ്സുണ്ട് ഇങ്ങോട്ട്. അപ്പം നിങ്ങൾ കാന്തല്ലൂർ കാണണമെന്നുണ്ടെങ്കിൽ ആ ബസ്സിലൊക്കെ കയറി ഇവിടെ വരാം. അതാണെങ്കിൽ കാന്തല്ലൂർ, മറയൂർ, മൂന്നാർ, അടിമാലി എന്നെല്ലാ സ്ഥലത്തും പോകുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ആ ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റും. കാന്തല്ലൂർ സ്ട്രോബെറി തോട്ടങ്ങൾ മാത്രമല്ല കേട്ടോ ഉള്ളത്. ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ ഓറഞ്ചൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഫാമിലാണെങ്കിൽ നമുക്ക് 20 രൂപ കൊടുത്തിട്ട് വേണം കയറാനായിട്ട്. 20 രൂപ കൊടുത്ത് കയറുന്നതുകൊണ്ട് കുഴപ്പമുണ്ടായിട്ടില്ല. പക്ഷേ അവിടെ ആണെങ്കിൽ സ്ട്രോബെറി തോട്ടത്തിൽ അതെന്ന് വെച്ചാൽ ഞങ്ങൾ പോയ സമയം സീസൺ അല്ലായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ സ്ട്രോബെറി ഒക്കെ കഴിഞ്ഞു. പിന്നെ അവർ പറഞ്ഞു ആകെ ഒരു ഓറഞ്ച് മരമുണ്ട്, അതിലൊരു ഓറഞ്ച് ഉണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇറങ്ങിയവരെടുത്ത് വെച്ചപ്പോൾ അവർ പറഞ്ഞു ആകെ ഒരു ഒറ്റ ഓറഞ്ചാണ് നിൽക്കുന്നുള്ളൂ, അത് കാണാനായിട്ട് കയറി നിങ്ങൾ ഇത്രയും പേര് 20 രൂപ കൊടുത്ത് കയറണ്ട, ഒരൊറ്റ ഓറഞ്ചേ ഉള്ളെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടെയും കയറിയില്ല. പിന്നെ ഈ സ്ട്രോബെറി ഒക്കെ വേണം, പറിക്കണം, ഇത് വീട്ടിൽ കൊണ്ടുപോകണം എന്നുള്ളവരാണെങ്കിൽ സൺഡേ തന്നെ പോകണം. സൺഡേ പോയാലാണ് നമുക്ക് എന്തെങ്കിലും കിട്ടത്തുള്ളൂ. കാരണം ടൂറിസ്റ്റുകളൊക്കെ ഏറ്റവും കൂടുതൽ വരുന്നത് സൺഡേ ആണല്ലോ. അപ്പം എല്ലാവരും ഇത് വാങ്ങിക്കൊണ്ട് പോവും. അപ്പം മൺഡേ ഒക്കെ വരുന്നവർക്ക് ഒന്നും കിട്ടത്തില്ല. സ്ട്രോബെറി ഒക്കെ വേണം വീട്ടിൽ കൊണ്ടുപോകണം എന്നുള്ളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പം സൺഡേ എത്തുന്ന രീതിയിൽ പ്ലാൻ ചെയ്യുക, എന്നാലേ എന്തെങ്കിലുമൊക്കെ കിട്ടത്തുള്ളൂ. ഞങ്ങൾ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പം കോട അങ്ങ് ഇറങ്ങി, നല്ല തണുപ്പായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഡ്രസ്സൊക്കെ ബാഗിലായിരുന്നു, ഹുഡിയൊക്കെ ബാഗിലായിരുന്നു. പിന്നെ തണുപ്പും കൊണ്ട് അങ്ങ് വേഗം ഓടിപ്പോയി. പിന്നെ പ്രത്യേകിച്ചൊന്നും കാണാനില്ലാത്തതുകൊണ്ട് വേഗം അങ്ങ് പോയി. ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് എരച്ചിൽപ്പാറ വാട്ടർഫോളാണ്. അത് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക്